ഹായ് ഓൾ. 2026 കമ്പനികൾക്ക് ആവശ്യം AI യൂസ് ചെയ്തിട്ട് റിയൽ ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അറിയാവുന്ന ആൾക്കാരെയാണ്. ചാറ്റ് ജിപിടിയും ജെമിനിനെയും ഒക്കെ വെറുതെ ഒരു ചാറ്റ് ടൂൾ എന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ആളുകളെ അല്ല ഇനി കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ളത്. 2025 അവസാനിക്കാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 2024 എല്ലാവരും AIനെ പറ്റി ഒരുപാട് സംസാരിച്ചിരുന്നു. 2025 ആയപ്പോൾ അല്ലെങ്കിൽ ഈ വർഷം ഒരുപാട് കമ്പനീസ് ആ ഒരു കാര്യങ്ങൾ AI അവരുടെ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും പല രീതിയിലും അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ഇനി 2026 എന്ന് പറയുന്നത് ഒരു AIന് ഒരു ഫൺ ടോയ് അല്ലെങ്കിൽ ഒരു ചാറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ടൂളായിട്ട് ആയിരിക്കരുത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 20 ദിവസം കൊണ്ട് AI പഠിക്കാനുള്ള ഒരു റോഡ് മാപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ 2025 തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും AI നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കേപ്പബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു റോഡ് മാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2026 തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും AI നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരായിട്ട് മാറണം. അപ്പോൾ നിങ്ങളെല്ലാവരും AI പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഐ ഹാവ് സ്റ്റാർട്ടഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബ്രെയിനിനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു വരിയുടെ പകുതി പറയും, ബാക്കി നിങ്ങൾ മനസ്സിൽ പൂർത്തിയാക്കണം. കാക്കേ കാക്കേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നത് കൂടെ എവിടെയെന്നല്ലേ? ഒന്നുകൂടി നോക്കാം. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ആൻസറിലേക്ക് എത്തിയത്? നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ട് പഴകിയ പാറ്റേൺസ് ആണിത് അല്ലേ? നമ്മൾ കേട്ട് പഴകിയ പാട്ടുകളാണിതെല്ലാം. അപ്പം നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാക്കാനായിട്ട് പറ്റും കാക്കേ കാക്കേ എന്ന് പറയുന്ന വാക്കിന് ശേഷം പ്രോബബിൾ ആയിട്ടുള്ള അടുത്ത വാക്ക് കൂടെ എവിടെ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ യുവർ പാസ്റ്റ് ഡേറ്റ. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പ്രഡിക്റ്റ് ചെയ്ത് എടുത്ത ഒരു റിസൾട്ടാണ് നമ്മൾക്ക് കാക്കേ കാക്കേ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ എവിടെ എന്നുള്ളതാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. അപ്പം നമ്മുടെ ചാറ്റ് ജിപിടി ജെമിനി ഒക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ LLMകളാണ്. അതായത് ഇൻ്റർനെറ്റിലുള്ള കോടിക്കണക്കിന് ബുക്സ് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാക്കേ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു പക്ഷിയാണ് എന്ന് നമുക്ക് അതിൻ്റെ ചിത്രം തെളിഞ്ഞു വരും അല്ലേ? പക്ഷേ AIക്ക് കാക്കേ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. അത് വെറും ഒരു നമ്പർ മാത്രമാണ്. ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ AI എല്ലാ വാക്കിനെയും വെക്റ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. വെക്റ്റേഴ്സ് എന്നാൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് മാത്രമാണുള്ളൂ. ഒരു ഹ്യൂജ് ആയിട്ടുള്ള 3D ഗ്രാഫ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഈ ഗ്രാഫിൽ കാക്ക എന്ന നമ്പറിൻ്റെ അടുത്ത് നിൽക്കുന്ന നമ്പറാണ് കൂടെ എവിടെ എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ക്രിക്കറ്റ് എന്ന നമ്പറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു നമ്പറായിരിക്കും ബാറ്റ് അല്ലെങ്കിൽ ബോൾ എന്നുള്ളത്. അപ്പോൾ AI മോഡലുകൾ എപ്പോഴും ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിനുള്ള റിസൾട്ട്സ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈറ്റ് എ മാർക്കറ്റിംഗ് പ്ലാൻ, AI എന്ത് ചെയ്യും? അതിൻ്റെ വെക്ടർ സ്പേസിൽ നിന്നും ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക്കലി ആവറേജ് ആയിട്ടുള്ളൊരു ഉത്തരമായിരിക്കും നമുക്ക് എടുത്തുകൊണ്ട് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൻസേഴ്സ് എപ്പോഴും വളരെ റോബോട്ടിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതും. ഒരു ഇമെയിൽ റൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ എല്ലാവരുടെയും ഇമെയിൽ ഒരേപോലെ ഇരിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സേഫ് പാത്ത് അല്ലെങ്കിൽ ഈ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതലുള്ള ആൻസേഴ്സ് തരുന്നതിൽ നിന്നും നമ്മൾ AIനെ മാറ്റിവിടണം. അപ്പോൾ ഈ ഒരു ആവറേജ് ആൻസേഴ്സ് തരുന്നതിന് പകരം നല്ലൊരു എക്സ്പെർട്ട് ലെവൽ ആൻസർ നമുക്ക് തരണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫ്രെയിം വർക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ചെയ്യാം. ഈ ഫ്രെയിം വർക്കിന് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ആക്ട് എന്ന് പറയുന്ന ഒരു പേര് വിളിക്കാം. അപ്പോൾ ഈ ആക്ട് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റോഡ് മാപ്പിലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആക്ടിലെ A എന്ന് പറയുന്ന ആൽഫബറ്റ് എടുക്കാം. ആദ്യം നിങ്ങൾ ഈ AI ആരാണ് എന്ന് നിങ്ങൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെൽപ്പ് മീ പ്രിപ്പയർ ഫോർ ആൻ ഇൻ്റർവ്യൂ എന്ന് നമ്മൾ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആക്ട് ഫ്രെയിം വർക്കിലെ A എന്ന് പറയുന്ന ഫസ്റ്റ് ആൽഫബറ്റ് വെച്ചിട്ട് നമ്മൾ പറയും ആക്ട് ആസ് എ സീനിയർ ഹയറിംഗ് മാനേജർ അറ്റ് ഗൂഗിൾ വിത്ത് 15 years ഓഫ് എക്സ്പീരിയൻസ്.
ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ AI-യുടെ അടുത്ത് നിങ്ങൾ ആരാവണം, എന്ത് റോളാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ആൻസർ ഒഴിവാക്കി ഒരു സീനിയർ മാനേജർ ലെവലിൽ ചിന്തിക്കാനായിട്ട് ഇത് നമ്മുടെ AI-നെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് C ആണ്. കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ സാഹചര്യം എന്ന് നമുക്ക് പറയാം. ഇത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിതിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജനറൽ ആയിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത് എന്ത്, ഐ ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ നമ്മൾ പറയും, ഐ ആം അപ്ലൈയിങ് ഫോർ എ ജൂനിയർ ഡെവലപ്പർ റോൾ, ഐ നോ പൈത്തൺ വെൽ ബട്ട് ഐ ആം നെർവസ് അബൌട്ട് സിസ്റ്റം ഡിസൈൻ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ആൽഫബറ്റ് എന്ന് പറയുന്നത് T ആണ്. ലക്ഷ്യം അല്ലെങ്കിൽ ടാർജറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ഔട്ട്പുട്ടാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു T എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് എങ്ങനെ പറയും, ഗീവ് മീ സം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിന് പകരം ആക്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം, കണ്ടക്ട് എ മോക്ക് ഇൻ്റർവ്യൂ, ആസ്ക് മീ വൺ ഹാർഡ് ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം, വെയിറ്റ് ഫോർ മൈ ആൻസർ ആൻഡ് ഗ്രേഡ് മീ ഔട്ട് ഓഫ് 10. അപ്പോൾ ഫേസ് 1 നിങ്ങൾ ആക്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ഫേസ് 2 പോകാം. ഇൻ കോണ്ടെക്സ്റ്റ് ലേണിംഗ് എന്നാണ് നമ്മൾ ഈ ഒരു ഫേസിന് പറയുന്നത്. ഒരു ക്ലോസ്ഡ് ബുക്ക് എക്സാമിനേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ പുസ്തകമില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ഗസ് ചെയ്തായിരിക്കും നിങ്ങൾ ആൻസർ തരുന്നത്. ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചിലപ്പോൾ അത് തെറ്റാവാം. ഇത് തന്നെയാണ് AI-യും ചെയ്യുന്നത്. നിങ്ങൾ ഡേറ്റ ഒന്നും കൊടുക്കാതെ ചോദ്യം ചോദിച്ചാൽ AI അതിൻ്റെ ട്രെയിനിങ് മെമ്മറിയിൽ നിന്നായിരിക്കും ഗസ് ചെയ്ത് നമുക്ക് ആൻസേഴ്സ് നൽകുന്നത്. പക്ഷേ ഇമാജിൻ ഒരു ഓപ്പൺ ബുക്ക് എക്സാം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് തരുന്നു, എന്നിട്ട് അതിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യില്ല അല്ലേ, നിങ്ങൾ ആ പുസ്തകത്തിൽ നിന്നുള്ള ഫാക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും ഉത്തരങ്ങൾ എനിക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇതിനെയാണ് ടെക്നിക്കലി നമ്മൾ ഇൻ കോണ്ടെക്സ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. AI-യുടെ ജനറൽ നോളജ് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് നമ്മുടെ ഡേറ്റയിലുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ അടുത്തൊരു ഫേസ് ആയിട്ട് നിങ്ങൾ വെറുതെ AI-യുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള PDF റിപ്പോർട്ട്സ്, എക്സൽ ഷീറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് AI-യുടെ അടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് തരാനായിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ഫേസിൽ നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം, വെറുതെ ഹൗ ടു ഇൻക്രീസ് സെയിൽസ് എന്ന് നമ്മൾ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ കഴിഞ്ഞ ഒരു 3 മാസത്തെ സെയിൽസ് ഡേറ്റ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് AI-യുടെ അടുത്ത് പറയുക, അനലൈസ് ദിസ് ഡേറ്റ ബേസ്ഡ് only on these numbers, tell me why the sales dropped in November അല്ലെങ്കിൽ why the sales dropped in December. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ AI-നെ ഗ്രൗണ്ട് ചെയ്യുന്നു. അതിൻ്റെ ഇമാജിനേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ AI യൂസ് ചെയ്യാനായിട്ട് പഠിച്ചല്ലേ, ഇനിയാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആവേണ്ട ഒരു സ്റ്റേജ് വരുന്നത്. AI പറയുന്ന ഉത്തരങ്ങൾ ചിലപ്പോൾ തെറ്റാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഹാലുസിനേഷൻസ് എന്ന് പറയുക. നമ്മളൊരു ഫാക്റ്റ് ചോദിച്ചാൽ അത് അറിയില്ലെങ്കിൽ പോലും AI നമ്മൾക്ക് അതിനുള്ള ഒരു ഉത്തരം നൽകും, അതിൻ്റെ ഇമാജിനേഷനിൽ നിന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, AI തരുന്ന ഉത്തരങ്ങൾ വേരിഫൈ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ശീലിക്കണം. ഓക്കെ, ക്രിയേറ്റീവ് കാര്യങ്ങൾക്ക് AI സൂപ്പറാണ്, പക്ഷേ ലേറ്റസ്റ്റ് ന്യൂസ്, ഹിസ്റ്ററി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്ന സമയത്ത് നമ്മളൊന്നും കൂടിയും ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് AI-യോട് തന്നെ ചോദിക്കാം, ആർ യു ഷുവർ, അല്ലെങ്കിൽ ഗിവ് മീ ദ സോഴ്സസ് എന്നൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് എടുത്ത സോഴ്സസും ലിങ്കും ഒക്കെ നമുക്ക് തരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടിയും AI തരുന്ന ഉത്തരങ്ങൾ, അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്ന കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഒരു ശീലമാക്കുക. ഇനി അടുത്ത ഫേസാണ് നമ്മുടെ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഫേസ്. ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനായിട്ടൊക്കെ പഠിച്ചല്ലേ, പക്ഷേ സത്യം പറഞ്ഞാൽ ഓരോ തവണ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴും ആക്ട് ആസ് ആൻ എക്സ്പെർട്ട്, ഡോണ്ട് ഗിവ് മീ റോബോട്ടിക് ആൻസേഴ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ ടൈം പോകുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പുതിയൊരു ചായക്കടയിൽ പോകുമ്പോഴത്തേക്കിനും ഓരോ തവണയും നമ്മൾ പറയണം, ചേട്ടാ ഒരു ചായ മധുരം കുറച്ച് വേണം, കടുപ്പം കൂട്ടി വേണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ചായക്കട ഉണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ ആ ചേട്ടന് മനസ്സിലാവും നമുക്ക് കടുപ്പത്തിൽ ഒരു മധുരം കുറഞ്ഞ ചായയാണ് വേണ്ടത് എന്നൊക്കെ പുള്ളിക്ക് മനസ്സിലാവും അല്ലേ. കാരണം പുള്ളിക്കാരന് നമ്മുടെ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് നേരത്തെ അറിയാം, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് പുള്ളിക്ക് അറിയാനായിട്ട് പറ്റും.
ഇത് തന്നെയാണ് നമ്മൾ AI-യിലും ചെയ്യേണ്ടത്. ChatGPT-യിൽ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും, നമ്മൾ ആരാണ് എന്നുള്ള നമ്മളുടെ കോണ്ടെക്സ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് തരേണ്ടത് എന്നുള്ളതും നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതൊന്നും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത തവണ ഓരോ ആൻസേഴ്സ് തരുന്ന സമയത്തും ആ ഒരു കാര്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ എടുത്തിട്ടായിരിക്കും AI നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ AI ടൂളുകൾ വരുന്നുണ്ട്, AI മോഡൽസുകൾ ഓരോന്ന് അപ്ഗ്രേഡഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ കുറേ പ്രിൻസിപ്പൾസാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നത്, അതിനെ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുക്കേണ്ടത്, ഇതൊക്കെ തന്നെയാണ് എല്ലാ AI മോഡലുകളും നമ്മൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ്. നിങ്ങളൊരു കാർ ഓടിക്കാൻ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു മാരുതി കാറ് ഓടിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബെൻസ് കിട്ടിയാലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും അല്ലേ. കാരണം വണ്ടി മാറിയാലും ആ ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം ആണ്. ഇതുപോലെ തന്നെയാണ് AI-യുടെ കാര്യങ്ങളും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു AI മോഡൽ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം, ടൂളുകളും മോഡൽസും ഒക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഓരോ ടൂളുകളും വരുന്ന സമയത്ത് ആദ്യം എല്ലാത്തിനും കുറേ ഫ്രീ ലിമിറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ അത് യൂസ് ചെയ്യുക. നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങളുടെ എന്താണോ യൂസ് കേസ്, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് യൂസ് കേസസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് അത് യൂസ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇതിന് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്, എൻ്റെ ഒരു പെർട്ടിക്കുലർ യൂസ് കേസിന് ഈ ടൂളല്ല നല്ലത്, വേറൊരു ടൂളാണ് നല്ലത് എന്നുള്ളത് നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ടൂളുകൾ നമ്മൾക്ക് അപ്പോഴായിരിക്കും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.